കൂട്ടത്തിൽ വന്ന ചേച്ചിക്ക് കൃപാസന മാതാവിനെക്കുറിച്ച് വലിയ വിശ്വാസം അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ആ ചേച്ചിയെ ലോക്കറ്റ് കൈ പിടിച്ച് പ്രാർത്ഥിച്ചു. ആംബുലൻസ് കൊച്ചിനെ കണ്ണൂർക്ക് കൊണ്ടുവന്നു. ഞങ്ങൾ ആ സമയത്ത് കാറിന് പോവുകയാണ്. ആ സമയത്ത് ചേച്ചി ലോക്കറ്റ് തിരിച്ചു കൊടുത്ത് ചേച്ചിക്ക് തിരിച്ചു കൊടുത്തു. അങ്ങനെ പോകുന്ന സമയത്താണ് ചേച്ചി ഇങ്ങനെ പറയുന്നത്, ഇന്നതുപോലെ ഒരു ചേച്ചി എൻ്റെ ലോക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ പിള്ളേരും എൻ്റെ പേരൻസും ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കൊച്ചിൻ്റെ ദേഹത്ത് ആ സമയത്ത് മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു. ഞാൻ മാതാവിനോട് എൻ്റെ കഴുത്തെ കടന്ന് കാശുരൂപം പിടിച്ച് പ്രാർത്ഥിച്ചു പറഞ്ഞു, മാതാവേ, എനിക്ക് ഇസബെല്ലാനെ തിരിച്ചു തന്നില്ലെങ്കിൽ ഞാനും മാതാവും തമ്മിൽ ഇനി ഒരു ബന്ധവും ഉണ്ടാകത്തില്ല, ഞാൻ ഇനി പ്രാർത്ഥിക്കത്തില്ല എന്ന് അങ്ങനെ പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ എല്ലാവരും പറഞ്ഞു പരിയാരത്ത് കയറ്റേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ കണ്ണൂർക്ക് വിടാൻ പറഞ്ഞു. അങ്ങനെ കണ്ണൂർ എത്തുന്നതിന് മുമ്പ് തന്നെ സ്റ്റാഫ് നഴ്സ് പറഞ്ഞു അവൾ എന്തായാലും കണ്ണൂർ എത്തത്തില്ല. ആദ്യം അവൾക്ക് പുറമെ ഒരു പൊട്ടലോ പോറലോ ഒന്നും കണ്ടില്ല, ഒരു ബ്ലഡ് വരുമോ അങ്ങനെയും ചെയ്തില്ല. പക്ഷേ പരിയാരം എത്തുന്നതിന് മുമ്പ് തന്നെ ഫുള്ള് ബ്ലീഡിങ് വരാൻ തുടങ്ങി, വായിക്കൂടെയും മൂക്കിക്കൂടെ എല്ലാം ബ്ലഡ് വന്നു തുടങ്ങി. ആ സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ചേട്ടൻ, സത്യം പറഞ്ഞാൽ ചേട്ടനെ മുണ്ട് കീറിയിട്ടാണ് ബ്ലഡ് മൊത്തം തൂത്ത് തുടച്ചത്. എൻ്റെ ഹസ്ബൻഡും കൂട്ടത്തിലുണ്ടായിരുന്ന സ്റ്റാഫ് നഴ്സും മൊത്തം ഛർദ്ദിച്ചു. പൂടങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പരിയാരം വരെ എങ്ങനെ വന്നാലും കുറഞ്ഞത് ഒരു 1.5 മണിക്കൂർ നോർമൽ ഇതിൽ ട്രാവൽ ചെയ്യണം. പക്ഷേ ആ ആംബുലൻസ് ഡ്രൈവർ അതുപോലെ ആ കൊച്ചിനെ സ്വന്തം ഒരു കൂടപ്പുറപ്പിനെ പോലെ കണ്ടുകൊണ്ടായിരിക്കാം അവൻ വെറും 33 മിനിറ്റ് കൊണ്ട് ആ ചേട്ടൻ ശരിക്കും അവളെ പരിയാരത്തെത്തിച്ചു. പരിയാരത്തെ സ്റ്റാഫ് നഴ്സിൻ്റെ അത്രയൊരു പ്രഷർ ഉള്ളതുകൊണ്ട് മാത്രമാണ്, കാരണം ഇവർ കണ്ണൂർക്ക് കൊണ്ടുപോകാനായിട്ടാണ് ഇരുന്നത്. അപ്പോൾ സ്റ്റാഫ് പറഞ്ഞു എന്തായാലും ഇവൾ കണ്ണൂർ വരെ എത്തത്തില്ല, പരിയാരത്ത് കയറ്റി നമുക്ക് സപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവളെ പരിയാരത്ത് കയറ്റി. അവരവിടുന്ന് സപ്പോർട്ടൊക്കെ കൊടുത്ത് പെട്ടെന്ന് തന്നെ അവളെ കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ എത്തിച്ചപ്പോഴത്തേന് അവിടെ എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പൂടങ്കലിൽ നിന്ന് മാതാവിൻ്റെ ലോക്കറ്റ് ഒരു ചേച്ചി കൊടുത്തു. അതുകൂടാതെ പരിയാരത്ത് നിന്ന് എൻ്റെ ഒരു കസിൻ ചേച്ചി അമ്മയായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ആ സമയത്ത് ആ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതായിരുന്നു. ആ ചേച്ചിയുടെ നേർച്ച വസ്തുക്കളുണ്ടായിരുന്നു. ആംബുലൻസിലും ഇസബെല്ലയുടെ ദേഹത്തോടും ആ ചേച്ചി ഉപ്പ് വെതറിയാണ് വിട്ടത്, വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പ് വെതറി വിട്ടു. അപ്പോൾ മാതാവിൻ്റെ സംരക്ഷണം തുടക്കം മുതൽ ഇസബെല്ലയുടെ കൂടത്തിൽ തന്നെ ഉണ്ടായിരുന്നു.